നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഓരോ ആഗ്രഹങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങൾ സഫലമാകണമെങ്കിൽ വെറുതെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല, കഠിനാധ്വാനം ചെയ്യണം. അല്ലെങ്കിൽ സ്വപ്നങ്ങൾ സ്വപ്നങ്ങളായി തന്നെ തുടരും. വെറുതെ ചിന്തിച്ചിരുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ഒരു ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല. അതിനുവേണ്ടി പ്രയത്നിക്കണം, എങ്കിലേ ആഗ്രഹങ്ങൾ സഫലമാകുകയുള്ളൂ. അതായത് ജീവിത ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ നിരന്തരമായുള്ള അധ്വാനം കൂടിയേ തീരൂ. നിങ്ങൾക്ക് ജീവിതത്തിൽ എന്താകണം, ആരാകണം, എവിടെ എത്തണം എന്നെല്ലാം സ്വപ്നം കണ്ടിരുന്നിട്ട് കാര്യമില്ല. നാം അതിനുവേണ്ടി പ്രവർത്തിക്കണം. വെറുതെ ചിന്തിച്ചിരുന്നിട്ടോ കുറെ പ്ലാൻ ചെയ്തിട്ടോ ഒരു പ്രയോജനവുമില്ല. ആ പ്ലാൻ നമ്മൾ നടപ്പിലാക്കണം. ദ ടൈം ഫോർ ആക്ഷൻ ഈസ് നൗ. ഇറ്റ്സ് നെവർ ടു ലേറ്റ്. പ്രവർത്തിക്കാനുള്ള സമയമായിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനിയും വൈകിയിട്ടില്ല. ഇതാണ് ആ സുവർണ നിമിഷങ്ങൾ. ഞാനൊരു കഥ പറയാം. ഒരാൾക്ക് കുറെ താക്കോലുകൾ നൽകിയിട്ട് ഒരു പെട്ടിയിലേക്ക് കയറ്റി. അതിനുശേഷം അവർ പറഞ്ഞു, ഈ പെട്ടി ഞങ്ങൾ പൂട്ടാൻ പോകുകയാണ്. ഞങ്ങൾ ഈ പെട്ടി അതിനുശേഷം വെള്ളത്തിലേക്ക് താഴ്ത്തും. താങ്കളുടെ കയ്യിലുള്ള താക്കോലുകളുടെ കൂട്ടത്തിൽ ഈ പെട്ടിയുടെ താക്കോലുമുണ്ട്. സോ 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ഈ പൂട്ട് തുറന്ന് പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾ മുങ്ങിപ്പോകുമെന്ന്. വെള്ളത്തിനടിയിലേക്ക് പോയപ്പോൾ അയാൾ വിചാരിച്ചു ആ 30 സെക്കൻഡിൽ അയാൾ മരിക്കുമെന്ന്. കാരണം 30 സെക്കൻഡുകൾക്കുള്ളിൽ തനിക്ക് ഇത്രയും ചാവികൾക്കിടയിൽ നിന്ന് ആ പെട്ടിയുടെ ചാവി കണ്ടെത്താനാകില്ല എന്നുറപ്പാണ്. ആ ചിന്ത അയാളെ വെള്ളത്തിൽ മുങ്ങിപ്പോകും എന്നുറപ്പിച്ചു. എന്നാൽ 30 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ പുറത്തുനിന്ന് ആരോ വിളിച്ചു പറഞ്ഞു, ആ പെട്ടിയുടെ വാതിൽ തള്ളി തുറന്ന് പുറത്തേക്ക് വരൂ എന്ന്. ഇത് കേട്ടിട്ടും അയാൾ കുറച്ചു നേരം ഇങ്ങനെ ചിന്തിച്ചിരുന്നു, ഇവിടെ എന്താണ് സംഭവിച്ചത്? ആരും ഈ പെട്ടിയുടെ ലോക്ക് തുറന്നില്ലല്ലോ, പിന്നെ എങ്ങനെ താൻ പുറത്തു കിടക്കും എന്നിങ്ങനെ. പക്ഷേ പെട്ടി യഥാർത്ഥത്തിൽ പൂട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ആ പെട്ടി എങ്ങനെ തുറക്കുമെന്ന് ചിന്തിച്ചിട്ട് തന്നെ ആ 30 സെക്കൻഡ്സ് അയാൾ കളഞ്ഞു. ഒരു പ്രാവശ്യം പോലും അത് തുറന്നു നോക്കാൻ അദ്ദേഹം ശ്രമിച്ചത് പോലുമില്ല. അതായത് ചിന്തിച്ചിരുന്നാൽ കാര്യം നടക്കില്ല. ആ ചിന്തകൾ പ്രാവർത്തികമാക്കണം, എങ്കിലേ ലക്ഷ്യസ്ഥാനത്തെത്തൂ. നമ്മുടെ ഭാഗത്തു നിന്ന് 100% എഫേർട്ട് കൊടുക്കണം. ബാക്കി ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നമ്മളെ സഹായിക്കും. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നക്ഷത്രങ്ങൾ ഒരിക്കലും ഇരുട്ടിലല്ലാതെ തിളങ്ങി കാണില്ല. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാതെ എങ്ങനെ സക്സസ്ഫുൾ ആകാൻ സാധിക്കും? നിങ്ങൾക്ക് ഒരുപാട് കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വരും. ഒരുപാട് തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടി വരും. അവയെല്ലാം മറികടന്ന് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ തിളങ്ങാൻ കഴിയൂ. വിജയിച്ചവർക്കും പരാജിതർക്കും തമ്മിൽ ഒരു വലിയ വ്യത്യാസമുണ്ട്. വിജയിച്ചവർ ദൃഢനിശ്ചയത്തോടുകൂടി വളരെ ആസൂത്രിതമായി അവരുടെ ലക്ഷ്യത്തിലെത്താൻ കഠിന പ്രയത്നം ചെയ്യുന്നു. അവരുടെ 100% എഫേർട്ട് അവർ കൊടുക്കുന്നു. എന്നാൽ പരാജിതരാകട്ടെ വലിയ വലിയ പ്ലാനിംഗ് ചെയ്യുമെങ്കിലും അതിൽ 1% പോലും നടപ്പിലാക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെയാണ് അവർ പരാജിതരാകുന്നത്. ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ ഏറ്റവും ആദ്യം വേണ്ടത് കോൺസെൻട്രേഷനാണ്, ഏകാഗ്രത. നാം എന്താണോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക. മികച്ച ആസൂത്രണത്തോടൊപ്പം കഠിന പ്രയത്നവും ദൃഢനിശ്ചയവും നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ നിങ്ങളെ സഹായിക്കും. ഈ ലോകത്ത് നിങ്ങൾക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല. നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ 100% നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ 100% അധ്വാനവും നിങ്ങൾ നൽകണം. നിങ്ങൾ നിങ്ങളുടെ ജോലി ആരംഭിക്കുമ്പോൾ ആ ജോലിയിൽ നിങ്ങൾ എക്സ്പേർട്ട് അല്ലായിരിക്കും. പക്ഷേ ആ ജോലി തുടർച്ചയായി ചെയ്യുമ്പോൾ നിങ്ങൾ എക്സ്പേർട്ടായി മാറുന്നു. ആ ജോലി ചെയ്തുകൊണ്ട് നിങ്ങൾ ആ ജോലി മികച്ചതാക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ വേണ്ടി എത്ര കഷ്ടപ്പാട് സഹിക്കാനും നിങ്ങൾ തയ്യാറാകണം. പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾ നേരിട്ടേക്കാം. അതെല്ലാം മറികടന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തണം. പ്രതിബന്ധങ്ങളോട് പൊരുതി നിങ്ങൾ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്കത് നേടാനാകൂ. നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ ഒരു വാശിയായി കണ്ട് അത് നേടാൻ നിങ്ങൾ ഏതറ്റം വരെയും പ്രയത്നിക്കണം. അങ്ങനെയുള്ളവർക്ക് മുമ്പിൽ എന്ത് തടസ്സങ്ങൾ വന്നാലും അവരത് നിസ്സാരമായി നേരിടുന്നു. പക്ഷേ അതിനാദ്യം വേണ്ടത് നിങ്ങൾക്ക് നിങ്ങളിലുള്ള വിശ്വാസമാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നിങ്ങളത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? അവസരങ്ങൾ നിങ്ങളെ തേടി വരില്ല, നിങ്ങൾ സ്വയം കണ്ടെത്തണം. ഇന്നത്തെ ദിവസം തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ അവസരം. കാരണം നാളെ നമുക്ക് പ്രവചിക്കാനാകില്ല. നാളെ നമ്മൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇന്ന് തന്നെ ചെയ്യുക. ഒരു മാസത്തിനുള്ളിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കാനും ശ്രമിക്കുക. ചിന്തിക്കുക എന്നത് തെറ്റായ കാര്യമല്ല. എന്ത് കാര്യം ചെയ്യുമ്പോഴും കൃത്യമായ പ്ലാനിംഗ് വേണം. പക്ഷേ വെറുതെ ചിന്തിച്ചിട്ട് മാത്രം കാര്യമില്ല.
പ്ലാൻ ചെയ്താൽ മാത്രം പോരാ, അത് കൃത്യമായി നടപ്പിലാക്കാനും പഠിക്കണം. വലുതായി ചിന്തിക്കുക, വേഗത്തിൽ ചിന്തിക്കുക, മുൻകൂട്ടി ചിന്തിക്കുക. പക്ഷെ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും ആ ചിന്തകൾ പ്രവൃത്തിയിലെത്തുമ്പോഴേ അത് അർത്ഥവത്താകുകയുള്ളൂ. നിങ്ങൾ കുറെ പ്ലാൻ ചെയ്തിട്ടോ ചിന്തിച്ച് കൂട്ടിയിട്ടോ കാര്യമില്ല. അങ്ങനെ വെറുതെ ചിന്തിച്ചെല്ലാം നേടാമെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ രാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ ആകാമായിരുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതം അങ്ങനെയല്ല. ജീവിതത്തിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. ഒരു ചെറിയ കാര്യം നടക്കണമെങ്കിൽ പോലും നിങ്ങൾ നന്നായി അധ്വാനിക്കണം. ലക്ഷ്യത്തിലേക്കുള്ള വഴി ഒരിക്കലും അവസാനിക്കുന്നില്ല. പക്ഷേ നമ്മൾ ചിന്തിച്ചും പ്ലാൻ ചെയ്തും സമയം നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ നമ്മൾ തോറ്റുപോകുന്നു. വാക്കുകളും ചിന്തകളും നമ്മളെ പ്രചോദിപ്പിച്ചേക്കാം, പക്ഷേ പ്രവൃത്തിയാണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ നീന്താൻ ആഗ്രഹിക്കുന്നു, നീന്തൽ പഠിക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിന് കരയിലിരുന്നിട്ട് കാര്യമില്ലല്ലോ. വെള്ളത്തിൽ ഇറങ്ങിയാലല്ലേ നീന്താൻ പഠിക്കാൻ കഴിയൂ. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കാണ്, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെങ്കിലും ഉണ്ടല്ലോ. നിങ്ങളെ കൊണ്ടെല്ലാം ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കില്ലേ? നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് എന്തിനു വ്യാകുലപ്പെടണം? അങ്ങനെയാകുമ്പോൾ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് പോലും സാധിക്കാതെ വരുന്നു. നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെ എല്ലാ പ്രതിബന്ധങ്ങളോടും പൊരുതി മുന്നോട്ട് പോകണം. നിങ്ങളുടെ നല്ല കാലം എന്നെങ്കിലും വരുമെന്ന് ചിന്തിച്ച് ആ ദിവസത്തെ കാത്തിരുന്നിട്ട് കാര്യമില്ല. ആ ദിവസം വന്ന ശേഷം നമുക്ക് ചെയ്തു തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടും കാര്യമില്ല. അപ്പോഴേക്കും നമ്മുടെ അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. തങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നവർ അപ്പോഴേക്കും നിങ്ങളെ പുറകിലാക്കിയിട്ടുണ്ടാകും. അവർ അവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തി വിജയം കൈവരിച്ചിട്ടുണ്ടാകും. നിങ്ങൾ അപ്പോഴും നിങ്ങളുടെ പ്രയത്നം ആരംഭിച്ചിട്ട് പോലും ഉണ്ടാകില്ല. ഇത് തന്നെയാണ് നിങ്ങളുടെ പരാജയത്തിന് കാരണം. നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ചെറിയ മാറ്റം പോലും നിങ്ങളുടെ വിജയത്തിന്റെ ഭാഗമാണ്. ഈ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങളുടെ ഓരോ സെക്കൻഡും നിങ്ങൾക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ഒരു സെക്കൻഡ് പോലും പാഴാക്കരുത്. നിങ്ങളൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അത് അച്ചീവ് ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഊണിലും ഉറക്കത്തിലും അതിനെക്കുറിച്ച് മാത്രമായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും ആ ടാർഗറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നതായിരിക്കണം ചിന്ത. ആ ടാർഗറ്റിലേക്കുള്ള വഴി നിങ്ങളുടെ അടങ്ങാത്ത അഭിനിവേശത്തിന്റെ ഇന്ധനമായിരിക്കണം. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും സമയം നോക്കരുത്. കാരണം ജോലി ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾ സമയം നോക്കുന്നതിലൂടെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് സമയം നോക്കിക്കൊണ്ടേയിരിക്കണം. അതായത് എത്ര വേഗത്തിലാണ് സമയം പോകുന്നത്, എന്നിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന്. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ സെക്കൻഡും എത്ര വിലപ്പെട്ടതാണെന്ന് മനസ്സിലാകും. ഒരു മാസത്തിൽ നിങ്ങളുടെ എത്ര ദിവസം ഇങ്ങനെ ഒന്നും ചെയ്യാതെ കടന്നു പോകുന്നുണ്ട്? അത് നാളെ ചെയ്യാം, പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞ് എത്ര ദിവസങ്ങൾ നിങ്ങൾ പാഴാക്കുന്നു? നിങ്ങൾ ഇനി സ്വയം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, സമയത്തെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല. നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകാൻ ആ സ്വപ്നങ്ങൾക്ക് പിറകെ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. നിങ്ങൾ ചിന്തിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് കാലം നിങ്ങളെ പിന്നിലാക്കാതിരിക്കട്ടെ. അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങൾ പോലും നിങ്ങൾക്ക് മറന്നു പോകാതിരിക്കട്ടെ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് രണ്ടാമതൊരു അവസരം നൽകുമെന്ന്. നാളെ ചെയ്യാം, നാളെ തുടങ്ങാം, നാളെ നന്നായി ചെയ്യാം, നാളെ ഞാൻ 2 മണിക്കൂർ കൂടുതൽ പഠിക്കാം. ഇങ്ങനെ നാളേക്ക് വെക്കുന്ന ശീലം നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനെ ദോഷകരമായി ബാധിക്കുന്നു. അത് നാളെ നാളെ നീളെ നീളെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഇന്നത്തെ ദിവസത്തിൽ ശ്രദ്ധിക്കുക. നാളെ ചെയ്യാം എന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക. നിങ്ങൾ ഇന്നത്തേത് ഇന്ന് തന്നെ ചെയ്താൽ പിന്നെ നാളെ അധ്വാനിക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കെല്ലാം ഒന്നും ചെയ്യാതെ തന്നെ എല്ലാം ലഭിക്കുന്നു എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അവന്റെ വർഷങ്ങളുടെ കഠിനാധ്വാനം നിങ്ങൾ കണ്ടില്ല എന്നാണ് അതിനർത്ഥം. നിങ്ങളുടെ ചിന്തകൾ ഒരിക്കലും നിങ്ങളെ ലക്ഷ്യത്തിലെത്തിക്കുന്നില്ല. എന്നാൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം കണ്ടെത്തുക. എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? പരാജയപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് മനസ്സിലാക്കുന്നതാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പാഠം. ഒരിക്കൽ തെറ്റുകൾ കണ്ടുപിടിച്ചാൽ അവ ഒരിക്കലും ആവർത്തിക്കാതിരിക്കുക. നിങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ പഠിക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത് നിങ്ങളുടെ പരാജയമോ നിങ്ങളുടെ തടസ്സങ്ങളോ ഒന്നുമല്ല. നിങ്ങളുടെ സ്വന്തം മനസ്സാണ്, നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ തടയുന്നത്. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനടിമയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഈ ജോലി ഇന്ന് ചെയ്യണ്ട, നാളെ ചെയ്യാം എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണം. നിങ്ങളുടെ മനസ്സിനോട് സ്വയം സംസാരിക്കണം. നിന്റെ ഇംഗിതത്തിന് ഞാൻ വഴങ്ങാൻ പോകുന്നില്ല. നിന്റെ നെഗറ്റീവ് ചിന്തകളും അമിതമായ വിചാരങ്ങളും ഒരു ദിവസം കൊണ്ട് എന്നെ നശിപ്പിക്കും, അല്ല 1 മണിക്കൂർ കൊണ്ട് തന്നെ നശിപ്പിച്ചേക്കാം എന്നിങ്ങനെ മനസ്സിനോട് സംസാരിക്കുക. കാരണം നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും വിശ്രമിക്കാനാണ്.
നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് കാരണം നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല. കഴിവുണ്ട്, പക്ഷെ നിങ്ങളത് പുറത്തെടുക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ആ കഴിവുകൾ വേണ്ട വിധം പ്രയോജനപ്പെടുത്താൻ അറിയില്ല. അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നില്ല. പണം കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ നിങ്ങൾക്കൊരു പ്രത്യേക വിജയവും ലഭിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ സ്വന്തം കഴിവുകൾ കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴേ വിജയം കൈവരിക്കൂ. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ മോശം സമയവും സാഹചര്യങ്ങളും മാറ്റാനുള്ള ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഏറ്റെടുക്കണം. എന്നിട്ട് മറ്റുള്ളവരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിച്ച് കാണിച്ചു കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ വിജയത്തിന്റെ സന്തോഷം ആസ്വദിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഇനി പറയുന്ന ചിന്തകൾ എത്ര പ്രാവശ്യം കടന്നു വരാറുണ്ടെന്ന്. അതായത്, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കില്ല, എനിക്കതിനുള്ള കഴിവില്ല, അതിനുള്ള സൗകര്യങ്ങളില്ല, എന്നെ ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ഞാനിതൊറ്റയ്ക്ക് എങ്ങനെ ചെയ്യും, ഞാൻ എൻ്റെ ടാർഗറ്റ് വെച്ചത് കൂടിപ്പോയോ, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുമോ, ഞാൻ പരാജയപ്പെട്ടാൽ ആളുകൾ എന്തു പറയും. ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവിൽ വിശ്വാസമില്ലെന്നാണ്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെപ്പറ്റി നിങ്ങൾ ബോധവാന്മാരല്ല. അമിതമായി ചിന്തിക്കാതെ പുറത്തേക്ക് വരിക. കഠിനമായി പരിശ്രമിക്കുക. ആദ്യം നിങ്ങളതിൽ വിജയിച്ചെന്ന് വരില്ല. വീണ്ടും പരിശ്രമിക്കുക. രണ്ടാമതും തോറ്റുപോയേക്കാം. പക്ഷേ നിങ്ങളുടെ നിരന്തരമായ കഠിനാധ്വാനത്തിന് മുന്നിൽ വിജയം വരെ മുട്ടുകുത്തിപ്പോകുന്നു. എന്നാൽ അതിന് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളോട് നോ പറയാൻ പഠിക്കണം. നിങ്ങൾക്ക് സ്വന്തം ജീവിതമൊഴിച്ച് ബാക്കിയുള്ളവരുടെയെല്ലാം വളരെ എളുപ്പമായതായി തോന്നിയേക്കാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതം വളരെ മോശപ്പെട്ടതായും വിചാരിച്ചേക്കാം. യഥാർത്ഥത്തിൽ ഇന്ന് സക്സസ്ഫുൾ ആയവർ ഒരു സുപ്രഭാതത്തിൽ വിജയം കൈവരിച്ചവരല്ല. ഉറക്കമില്ലാത്ത രാത്രികളും നിരന്തരമായ കഠിനാധ്വാനവും അവരുടെ വിജയത്തിന് കാരണമാണ്. അവർ അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വിശ്രമമില്ലാതെ പരിശ്രമിച്ചിട്ടുണ്ടാകും. മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതിനെപ്പറ്റി അവർ ചിന്തിച്ചിട്ടുണ്ടാകില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ആരോടും പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അധ്വാനിക്കുക. ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ നിരന്തരം പരിശ്രമിക്കുക. നിങ്ങളുടെ വിജയത്തിലൂടെ ആളുകൾ നിങ്ങളുടെ അധ്വാനം തിരിച്ചറിയും. മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ. അവരുടെ പരിഹാസങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ നിങ്ങളുടെ അധ്വാനത്തിന്റെ ശക്തി ഇരട്ടിയാക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ പ്രതികരിക്കാതെ അതിനുള്ള മറുപടി നിങ്ങളുടെ പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം. അത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാകട്ടെ. നിങ്ങൾ സ്വയം അഭിനന്ദിക്കണം. സ്വയം പറയണം, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മോട്ടിവേറ്റർ. തെറ്റായ ആശയങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്ന് ഒരിക്കലും നിരാശപ്പെടരുത്. കാരണം നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളാണ് നിങ്ങളുടെ ശത്രു. നന്നായി ചിന്തിച്ച് ഒരു നല്ല പ്ലാൻ ഉണ്ടാക്കൂ. അതിനുശേഷം ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുക. നിങ്ങളുടെ പ്ലാൻ പൂർണ്ണമായും എക്സിക്യൂട്ട് ചെയ്യുന്നതുവരെ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. ചില സമയത്ത് ചിന്തിക്കാതെ തന്നെ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. എന്താണ് ചിന്തിക്കേണ്ടത്, എന്താണ് ചിന്തിക്കാതിരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണയുണ്ടായിരിക്കണം. അധികം ഓവർ തിങ്കിങ് ആവശ്യമില്ല. കൂടുതൽ ഹൈപ്പർ ആകുകയും ചെയ്യരുത്. എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ ആകുന്നത്? നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്നില്ലെങ്കിൽ ശാന്തമായി ചിന്തിക്കുക. ഉത്കണ്ഠപ്പെടാതിരിക്കുക. ശാന്തമായ മനസ്സോടുകൂടി ചിന്തിച്ചാൽ കൂടുതൽ മെച്ചപ്പെട്ട പരിഹാരം കണ്ടെത്താനാകുമെന്ന് ഉറപ്പാണ്. നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും പ്ലാൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ മികച്ച പ്രകടനം, അതിലാണ് കാര്യം. അതിലാണ് നിങ്ങളുടെ കഴിവ് തെളിയിക്കേണ്ടത്. അതിനുവേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട സമയം ചിലവഴിക്കണം. അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചിന്തിച്ച് വലുതാക്കരുത്. അനാവശ്യ ചിന്തകളാണ് നമ്മളെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കുന്നത്. നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ചിന്തിച്ച് കടുകുമണി പോലുള്ള കാര്യങ്ങളെപ്പോലും പർവ്വതം പോലെയാക്കി മാറ്റും. അതിന്റെ ഫലമായി നിങ്ങൾക്ക് പ്രിയപ്പെട്ട ജോലി പോലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാതെ വരുന്നു. ചിന്തിച്ചിട്ടൊന്നും നടക്കുന്നില്ല എങ്കിൽ അത് പ്രവൃത്തിയിലൂടെ കാണിക്കണം. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തെത്താൻ കഴിയുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ എവറസ്റ്റ് പോലെ അത്രയ്ക്കും വലുതാണെങ്കിൽ അത് മറികടക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കും. ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? എവറസ്റ്റ് ഒരു ദിവസം കൊണ്ട് നമുക്ക് കീഴടക്കാൻ സാധിക്കില്ല. ഒരുപാട് കാലത്തെ പരിശീലനവും ക്യാമ്പിങ്ങും അതിനാവശ്യമാണ്. ശ്വാസം എടുക്കുന്നതിന് പോലും നമ്മൾ പരിശീലിക്കണം. കാരണം അതിന് മുകളിൽ ഓക്സിജൻ ഇല്ല. ഒരു പ്രതീക്ഷയില്ലെങ്കിൽ പോലും നിങ്ങളുടെ പരിശ്രമം ഉപേക്ഷിക്കരുത്. ആർക്കറിയാം, നിങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനുള്ള നിങ്ങളുടെ അവസാന ശ്രമമാണിതെന്ന്. സ്വപ്നം കാണുന്നത് നിർത്തരുത്. പക്ഷേ സ്വപ്നങ്ങൾ മാത്രം കണ്ടിരിക്കരുത്. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. സ്വയം വിശ്വസിക്കാൻ പഠിക്കുക. ഒരിക്കലും തോറ്റു കൊടുക്കരുത്. അവസാന ശ്വാസം വരെ പോരാടണം.
പരിശ്രമങ്ങൾ ഉപേക്ഷിക്കരുത്. പുതിയ പുതിയ അറിവുകൾ പഠിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. അതിനാൽ സുഹൃത്തെ, നിങ്ങളുടെ സ്വപ്നം എന്താണെങ്കിലും അത് സാക്ഷാത്കരിക്കാൻ സ്വയം വിശ്വസിക്കണം. വെറുതെ ചിന്തിച്ച് സമയം കളയരുത്. നമ്മുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നേടിയെടുക്കാനുള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് അധ്വാനിക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും ചെയ്യണം. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കുമെന്ന്. കാരണം നിങ്ങൾക്കതിനുള്ള കഴിവുണ്ട്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.